ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. റംലാൻ ഇഫ്താർ സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ എടുത്തു. കുറച്ച് കൂടുതൽ ചിക്കൻ ഉണ്ട്, കാരണം എനിക്ക് 2-3 കൂട്ടം സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. പിന്നെ നമ്മുടെ എന്താ പറയുക, സ്നാക്കിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്ന മോസറല്ല ചീസ് വേണം. പിന്നെ ചിക്കൻ വേവിച്ചത്, പിന്നെ സവോള, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറിവേപ്പില, ബോയിൽഡ് പൊട്ടറ്റോസ്, അങ്ങനെ പല ഐറ്റംസ് നമ്മുടെ ഇന്നത്തെ സ്നാക്കിന് വേണം. പിന്നെ ബ്രെഡ് പൊടിച്ചത് വേണം, പിന്നെ മുട്ട വേണം, അങ്ങനെ എല്ലാ ഐറ്റംസും. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ ചീസ് ബോളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കട്ട്ലേറ്റും ഉണ്ടാക്കി, അതുപോലെ തന്നെ ചിക്കൻ പൊട്ടറ്റോ ചീസ് ബോളും റെഡിയാക്കിയിരുന്നു. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ മോൾക്ക് ചീസ് ബോൾസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ കട്ട്ലേറ്റിൻ്റെ മിക്സ് എടുത്തിട്ട് അതിൽ തന്നെ ചീസ് ബോൾസ് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുന്നേ ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഈ വീഡിയോയിൽ കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്, ഞാനിതാ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു, കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു. അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതൊരു ബൗളിലെടുത്തു. അത് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്യുന്നില്ല, കൈകൊണ്ട് ഓരോരോ പീസ് പിച്ചി കൈകൊണ്ട് ഓരോരോ ചെറിയ പീസുകളാക്കി അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ സവോളയുടെ ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് കൂടുതലുണ്ട്. ഇതെന്നാന്ന് വെച്ചാൽ എനിക്ക് കട്ട്ലേറ്റിനും വേണം, അതുപോലെ തന്നെ ചീസ് ബോൾസിനും വേണം. അപ്പോൾ ഞാൻ ഈ ഒരു 2 ഐറ്റംസിന്, 2 ഇഫ്താർ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ ഈ ഒരു മിക്സ് കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കട്ട്ലേറ്റിനും അതുപോലെ തന്നെ ചീസ് ബോളും രണ്ടിനും ഒരു മിക്സ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ സെയിം ഫില്ലിങ് തന്നെ നമുക്ക് സമൂസയ്ക്കും വെക്കാം. പക്ഷേ എൻ്റെ സമൂസയ്ക്ക് ഞാൻ വേറെ ഫില്ലിങ്ങാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സെയിം നമ്മൾ എല്ലാ റെസിപ്പീസിനും ഈ സെയിം ഫില്ലിങ് തന്നെയാണെങ്കിൽ നമുക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമൂസയ്ക്ക് ഇന്ന് വേറൊരു ഫില്ലിങ്ങാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ക്രഷ് ചെയ്തില്ല, ചെറിയ പീസസ് ആയിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ പിച്ചി റെഡിയാക്കി. അപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പം പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്തു, സവോള ഇട്ടു. സവോള ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടു. അതിന് ശേഷം പിന്നീട് ഇതിലേക്ക് നമ്മൾ 1-2 കൂട്ടം പൊടികളൊക്കെ ചേർക്കും. കുറച്ചും കൂടി പെപ്പർ പൗഡർ, സ്പൈസസ് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ഈ വക പൊടികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചേർക്കും. അതിനുശേഷം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 കൂട്ടം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 1-2 പൊട്ടറ്റോസും കൂടി നമ്മൾ ഉടച്ച് ചേർക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ മിക്സ് അല്ലെങ്കിൽ ഫില്ലിങ് റെഡിയായി. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് സമൂസയ്ക്കും അതുപോലെ തന്നെ മീറ്റ് റോളിലും അതുപോലെ തന്നെ കട്ട്ലേറ്റിനും നമ്മുടെ ചീസ് ബോൾസിനും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ ഫില്ലിങ് കൊണ്ടിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ റമലാൻ മാസം ആയതുകൊണ്ട് തന്നെ ഇഫ്താറിന് വേണ്ടിയിട്ട് വീടുകളിലെല്ലാം പല സ്നാക്സുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം വീടുകളിൽ മെയിനായിട്ട് കട്ട്ലേറ്റും ഒക്കെയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഓരോ വീടുകളിലും കൂടുതലായിട്ട് കട്ട്ലേറ്റും സമൂസയും ഒക്കെ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ മക്കൾക്ക് ഭയങ്കര, നമ്മൾ ചീസ് ഇപ്പം ഒരു ചെറിയൊരു പാക്കറ്റ് ചീസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ കട്ട്ലേറ്റിന് ഒക്കെ അല്ലെങ്കിൽ സമൂസയ്ക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട്ലേറ്റിന്
ഫില്ലിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചീസ് ബോൾസും കൂടി ആ സെയിം ഫില്ലിംഗ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പം ഞാൻ ഇന്ന് മോൾക്ക് ചീസ് ബോൾസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് റെഡിയാക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ കട്ട്ലേറ്റ് മിക്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് സ്റ്റഫ് ചെയ്തിട്ട് എന്താണ് മുട്ടയുടെ മിക്സും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ മിക്സും ഒക്കെ ചേർത്തിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെയാണ് എൻ്റെ ചീസ് ബോൾസ് ഞാൻ റെഡിയാക്കുന്നത്. നമുക്ക് ചീസ് ബോൾസ് എന്ന് പറയുന്നത് പല 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 രീതിയിൽ റെഡിയാക്കാം. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റെസിപ്പിക്ക് ചിക്കൻ പൊട്ടറ്റോ ചീസ് ബോൾ എന്ന് പേരുവിട്ടത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. കാരണം ആവശ്യത്തിന് എരിവുണ്ട്, അതുപോലെ എന്താ പറയുക ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ആവശ്യത്തിന് പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കൻ വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പൊട്ടറ്റോ വെക്കുന്നുണ്ട്. പിന്നെ ആ പുറമേ ബ്രെഡിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. പിന്നെ മോസറല്ല ചീസ്, നമ്മൾ സ്ലൈസ് ചീസ് വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാളും മോസറല്ല ചീസ് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് പൊരിച്ചു കോരി ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ മോസറല്ല ചീസാണെങ്കിൽ നല്ല ചീസി ആയിട്ട് വലിഞ്ഞ് കിട്ടും. നമ്മുടെ സ്ലൈസ് ചീസിനെക്കാളും നമുക്ക് ചീസ് ബോൾസിലൊക്കെ വെച്ച് വിടാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഷ്രെഡഡ് മോസറല്ല ചീസ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് കൂടുതലായിട്ട് നമ്മൾ ഈ ചീസ് ബോൾസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കാണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ഷ്രെഡഡ് മോസറല്ല ചീസ് ആകുമ്പോഴത്തേനും കുട്ടികൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ചിക്കൻ പൊട്ടറ്റോ മിക്സ്, അത് ഞാൻ ഓപ്പണാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഷ്രെഡഡ് മോസറല്ല ചീസ് വെച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് ബോളാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എഗ്ഗിൻ്റെ മിക്സിൽ മുക്കി അതിന് ശേഷം നന്നായിട്ട് ബ്രെഡിൻ്റെ മിക്സിലും കൂടെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. കാരണം കട്ട്ലേറ്റിനെക്കാളും കൂടുതൽ കോട്ടിങ്ങും കാര്യങ്ങളും, അതായത് നമ്മുടെ മീറ്റ് റോളിനെക്കാളും അതുപോലെ തന്നെ കട്ട്ലേറ്റിനെക്കാളും കൂടുതൽ കോട്ടിങ് ഈ ഒരു ചീസ് ബോളിന് വരണം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചീസിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഒരു ബ്രെഡ് കോട്ടിങ് ചീസ് ബോൾസിന് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ റെസിപ്പീസിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് റംലാൻ ഇഫ്താർ റെസിപ്പീസ് എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കട്ട്ലേറ്റൊക്കെ ഏകദേശം പൊരിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ചിക്കൻ പൊട്ടറ്റോ ചീസ് ബോൾസിൻ്റെ റെസിപ്പിയാണല്ലോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് ചീസ് ബോൾസ് മാത്രമേ കാര്യമായിട്ട് കാണിക്കുന്നുള്ളൂ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് കാരണം മിക്സ് ഏകദേശം ഒന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വലിച്ചു വാരി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഒരു 7-8 ചീസ് ബോൾസ് ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് കൂടുതൽ ചീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, മോസറല്ല ചീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ നമുക്ക് വറുത്ത് കോരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ഹെവി ആയിട്ട് നമുക്ക് ചീസ് കിട്ടും, വായിലേക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ